കുമാരൻ്റെ വീട് ഒരു പാഠപുസ്തകം എന്ന ഒരു ടെലിഫിലിം നിർമ്മിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ള ഇതിൻ്റെ സംഘാടകരെ ആദ്യമായി കൊടുവായൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ അഭിനന്ദനം അറിയിക്കുകയാണ്. പൊതുസമൂഹത്തിൽ ഇന്ന് ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്നും പല കുടുംബങ്ങളിലും വലിയ പ്രയാസങ്ങളാണ് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും എല്ലാം പേരിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ വളരെ ഗുരുതരമായിട്ടുള്ളൊരവസ്ഥയാണുള്ളത്. തീർച്ചയായും അതിനെതിരായിട്ടുള്ളൊരു അവബോധം സൃഷ്ടിക്കാൻ ഒരു പൊതുസമൂഹത്തിൽ ഒരു നല്ല സന്ദേശം നൽകാൻ ഈ ഒരു ചിത്രത്തിന് കഴിയുമെങ്കിൽ അത് വളരെയധികം ഒരു നല്ല കാര്യമാണ്. തീർച്ചയായും ഒരു നല്ല സന്ദേശമായിരിക്കും ഇതിലൂടെ പൊതുസമൂഹത്തിന് നൽകുന്നത്. ഇത്തരത്തിലുള്ള ഒരു ടെലിഫിലിം നിർമ്മിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ള ഇതിൻ്റെ എല്ലാ സംഘാടകരെയും ഒരിക്കൽ കൂടെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. മദ്യപാനം എന്ന സാമൂഹ്യ വിപത്തിനെതിരെയുള്ള ഒരു ബോധവൽക്കരണം പ്രമേയമാക്കിക്കൊണ്ട് കൊടുവായൂർ ഗ്രാമപഞ്ചായത്ത് നിർമ്മിക്കുന്ന കുമാരൻ്റെ വീട് ഒരു പാഠപുസ്തകം എന്ന ഷോർട്ട് ഫിലിമിന് പഞ്ചായത്ത് വിദ്യാഭ്യാസ സമിതിയുടെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. പൂനുള്ളി പൂപ്പടകൂട്ടാൻ വാ, പൂങ്കാറ്റ് പുഴയോരത്ത് ചൂളമടിക്കാൻ വാ. ഓ പുന്നെല്ലിൻ പൊൻപാടത്ത് തുമ്പി പിടിക്കാൻ വാ, ഈ മലയാള കരയാകെ ചിന്തുകൾ പാടാൻ വാ. ഓ കുന്നോളം മോഹങ്ങൾ, വിണ്ണോളം സ്വപ്നങ്ങൾ. കുന്നോളം മോഹങ്ങൾ കൂടുകൂട്ടുന്നു, വിണ്ണോളം സ്വപ്നങ്ങൾ പീലി നീർത്തുന്നു. കുയിലമ്മേ പാട്ടുണ്ടോ, കുരവയിടാൻ കൂട്ടുണ്ടോ? കുയിലമ്മേ പാട്ടുണ്ടോ, കുരവയിടാൻ കൂട്ടുണ്ടോ? തനതന്നാനേ തനതനാനേ, തനതന്നാനേ തനതനാനേ. പൂനുള്ളി പൂപ്പടകൂട്ടാൻ വാ, പൂങ്കാറ്റേ പുഴയോരത്ത് ചൂളമടിക്കാൻ വാ. നമ്മുടെ പരീക്ഷ തുടങ്ങാറായി. എല്ലാവർക്കും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കിട്ടിയിട്ടുണ്ടാവും.
കൃത്യമായിട്ട് പരീക്ഷ എഴുതാൻ ശ്രദ്ധിക്കുക. തിരിഞ്ഞു നോക്കാനോ സംസാരിക്കാനോ പാടില്ല. വർത്താനം പറച്ചിലും ആക്ഷനും ഒന്നും വേണ്ട. എല്ലാവരും എഴുതി തുടങ്ങിക്കോളൂ. ആതിര, ആതിര, എന്തു പറ്റി? എന്താ എഴുതാത്ത? ടെൻഷൻ ആവണ്ട, എഴുതിക്കോളൂ. എഴുതിക്കോളൂ. അൽഫിയ, നിന്നെ ഞാനൊന്ന് കൊല്ലുകടി. എന്നാ നിന്നെ കൊന്നിട്ട് തന്നെ കാര്യം. നീ ഒരുത്തി അതിനൊക്കെ വളം വെച്ച് കൊടുക്കും. നിന്നെ ഞാൻ ഈ കുമാരനെ അനുസരിക്കാത്തവരാരും ജീവിക്കണ്ട. അയ്യോ ആതിരെ, ടീച്ചർ. മോളെ എന്തു പറ്റി? ആതിര മോളെ എന്തു പറ്റി? എന്തു പറ്റി മോളെ? സാരില്ലാട്ടോ. നിക്ക് നിക്ക് നിക്ക്, എങ്ങോട്ടാണ് എല്ലാവരും ഇങ്ങനെ ഓടിച്ചാടി വരുന്നത്? അവൾക്ക് പരീക്ഷ എഴുതാനോ കഴിഞ്ഞില്ല. സ്വസ്ഥമായി ഒരിടത്ത് തന്നിരിക്കാൻ അനുവദിച്ചൂടെ? പരീക്ഷ എഴുതാൻ പോയിക്കൂടെ കുട്ടികളെ? ആതിരയുടെ അമ്മ ആളെ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് അതാണ് അവിടെ നിൽക്കുന്നത്. എന്താ, ആരും പോകില്ല അല്ലേ? അവൾ തലചുറ്റി വീണ കാര്യം അറിഞ്ഞാലേ പോവൂ. ഇത് അവളുടെ വീട്ടിൽ മാത്രമല്ല നടക്കുന്നത്, എല്ലാ സ്ഥലത്തും നടക്കുന്നതാ. അവൾ എന്നോട് പറഞ്ഞത് ഞാൻ ചുരുക്കി പറയട്ടെ. ഇന്നലെ വൈകുന്നേരം ആതിരയും ആതിരയുടെ അനുജത്തിയും അനുജനും പഠിക്കുമ്പോൾ മതി, നിർത്ത. പോയിക്കോ. കുമാരനെ തനിച്ച് വീട്ടിൽ പോകാൻ അറിയാം. ഞാൻ കൊണ്ട് ആക്ക അങ്ങോട്ട് നടക്കാനല്ലേ? വേണ്ട സുധാര, പൊക്കോ. പൊക്കോളാനല്ലേ പറഞ്ഞേ? അതെ, കുമാരനെ ഇങ്ങോട്ട് പഠിപ്പിക്കണ്ട, അങ്ങോട്ട് പറയണ കേട്ടാ മതി. മനസ്സിലായോ? കുമാരേട്ടാ, കുമാരേട്ടാ, ഞാൻ കൊണ്ട് ആക്കാം. കുമാരേട്ടാ, ദോസാണ് കുമാരേട്ടൻ. സുധാകരൻ പോ, പോ, പോ. പോവാനല്ലേ പറഞ്ഞേ? നിങ്ങളുടെ പാടായി. സുധാകരൻ പോണം. ഇനി എന്നെ വിളിക്കരുത്. ഞാൻ പിടിക്കണ? വേണ്ട വേണ്ട. പാമ്പൊക്കെ എത്ര ഡീസന്റ്. ഒരു ഗേറ്റ് ഉണ്ടായിരുന്നല്ലോ ഇവിടെ. എടിയേ, എടി ചന്ദ്രിക, ചന്ദ്രിക, എടി പുറത്തു വരാൻ. അമ്മേ, അച്ഛൻ വിളിക്കണോ? എവിടെ പോയി കിടക്ക? ഓ, അവളുമാർക്ക് പിടിച്ചില്ല. എടി
ചന്ദ്രികേ, എന്താടി ഇറങ്ങി വരാൻ ഇത്ര അമാന്തം? നിന്റെ കെട്ടിയോൻ വിളിച്ചാ കേട്ടൂടെ? എന്റെ മനുഷ്യ, കള്ളു കുടിച്ചിങ്ങനെ നിലവിളിക്കാണ്ട് ഒരു ഭാഗത്ത് ഇരിക്കേ. കുട്ടികൾ പഠിക്കുകയാണ്, നാളെ പരീക്ഷയാണ് അവർക്ക്. അവര് പഠിച്ചോട്ടെ. അതിന് എന്റെ വീട്ടിൽ എന്നോട് മിണ്ടരുതെന്ന് പറയാൻ നീ ആരാ? ഈ വീട്ടിലേ നീയാണോ ആണ് അതോ ഞാനോ? അച്ഛാ ഒന്ന് മിണ്ടാതിരിക്കച്ഛാ, എനിക്ക് നാളെ പരീക്ഷ നിറയെ പഠിക്കാനുള്ളതാ. ഓ, നീ സ്ഥിരം പഠിക്കല് തന്നെയാണല്ലോ. അത് പോട്ടെ, മോള് പഠിച്ചോ. വേണമെങ്കിൽ അച്ഛൻ പഠിപ്പിച്ചു തന്നാലോ? അച്ഛൻ പഠിപ്പിക്കാനൊന്നും വരണ്ട, കുറച്ച് മിണ്ടാതിരുന്നാ മാത്രം മതി. അതെന്താടി അച്ഛൻ പഠിപ്പിച്ച? എടി മോളെ, നിനക്കറിയോ ഈ കുമാരനെ പഠിക്കാൻ മിടുക്കനായിരുന്നു. അതുകൊണ്ട് തന്നെ 5ാം ക്ലാസ്സിലെത്തിയപ്പോൾ ടീച്ചർ പറഞ്ഞു, കുമാര നീ എല്ലാം പഠിച്ചു കഴിഞ്ഞു, നിർത്തിക്കോന്ന്. അന്ന് നിർത്തിയതാ കുമാരൻ. എടി അതാണ് പഠിത്തം. അല്ലാതെ രാവിലെ എണീറ്റ് ചുരിദാർ ഇട്ട് ബസ്സിൽ കയറി തേരപ്പര തെണ്ടലല്ല പഠിത്തം. ഈ മനുഷ്യനെ കൊണ്ട് തോറ്റു. അവിടെ എവിടെങ്കിലും പോയിരിക്കുക, കുട്ടികൾക്ക് പരീക്ഷയല്ലേ. ഞാനാ കുഴപ്പം. നീ പോകാത്ത, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഈ മനുഷ്യൻ ഇങ്ങനെ തന്നെ. മോള് വാ, മോൾക്ക് അച്ഛൻ പഠിപ്പിച്ചു തരാം. മോൾക്ക് എന്താ പഠിക്കേണ്ടത്? ഇംഗ്ലീഷാണോ അതോ ഹിന്ദിയാണോ? അച്ഛനൊന്നും മിണ്ടാതിരിക്കണ്ടോ? കള്ളു കുടിച്ച വയറ്റി കിടക്കണം, അല്ലാണ്ട് മറ്റുള്ളവരെ സൗര്യം കടത്തല്ല വേണ്ടത്. അധിക പ്രസംഗി, നീ അച്ഛനോട് കേൾക്കാറായ? എടി നീ ഒരുത്തിയ ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നേ. നിന്നെ ഞാൻ ഓ അത്ര കാര്യം. എന്നാ നിന്നെ കൊന്നിട്ട് തന്നെ കാര്യം. ഈ കുമാരനെ അനുസരിക്കാത്തവരാരും ഈ വീട്ടിൽ ജീവിക്കണ്ട. മോളെ ആതിരേ, മോളെ നിന്റെ അച്ഛൻ എണീറ്റ് പോയിന്നാ തോന്നണ. മക്കൾക്ക് എപ്പോഴാ പരീക്ഷ? എനിക്ക് രാവിലെ അവർക്ക് ഉച്ചയ്ക്കാണമ്മേ. എനിക്ക് തീരെ വയ്യ മക്കളെ. എന്റെ കുട്ടി ഒരു കാര്യം ചെയ്യേ, അടുക്കളയില് ചായപ്പൊടി പാത്രത്തില് 100 രൂപയുണ്ട്. ചായക്കടയിൽ ചെന്ന് പലഹാരങ്ങൾ വാങ്ങിയിട്ട് 3 പേരും കൂടി കഴിച്ചു. ഉച്ചയാകുമ്പോഴേക്കും അമ്മ കഞ്ഞി വെച്ച് തരാം. ശരി അമ്മേ. അച്ഛാ ആ പൈസ ഇങ്ങോട്ട് തരൂ, പലഹാരം വാങ്ങാനുള്ളതാ. വിടാനാ പറഞ്ഞേ. അയ്യോ അച്ഛാ, പലഹാരം വാങ്ങാനുള്ളതാ അച്ഛാ. മനുഷ്യന് കൈകാലും പറിച്ചിട്ട് നിൽക്കാൻ പറ്റണില്ല, അപ്പോഴാ ഒരു പലഹാരം. അയ്യോ കൊണ്ടുപോലെ അച്ഛാ. അയ്യോ നോക്കാമേ, കാലമാടൻ അതും കൊണ്ട് പോയല്ലോ ഈശ്വരാ. എന്റെ മക്കള് പട്ടിണിയായല്ലോ. അയ്യോ അമ്മേ, എന്തിനാ അങ്ങനെ ഒരു അച്ഛൻ? അയ്യോ നമ്മുടെ വിധിയാണ് മക്കളെ, അനുഭവിച്ചല്ലേ പറ്റൂ. ഇതാണ് ഇവൾക്ക് സംഭവിച്ചത്.
പട്ടിണിയും ടെൻഷനും ഉറക്കക്കുറവും. ആരായാലും തലകറങ്ങി വീഴും മക്കളെ. അൽഫിയ, ആതിരയുടെ അമ്മ ഓഫീസിലുണ്ട്. നിങ്ങളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്നാ പിന്നെ എല്ലാരും വെക്കോളൂ. ഞങ്ങൾ ഓഫീസ് റൂമിലേക്ക് വെക്കോട്ടെ. ആതിര വാടാ. എന്നും ഇങ്ങനെയാണോ? ടീച്ചർ വരൂ കുട്ടികളെ. എന്താ അതിരെ ചായയും ബിസ്ക്കറ്റും കഴിച്ചിട്ട് ഉഷാറായില്ലേ? ഇരിക്കൂ. ഇല്ല വേണ്ട ടീച്ചർ, ഞങ്ങൾ നിന്നോളാം. അപ്പോ ഇവരുടെ അച്ഛനെ നേരാക്കാൻ ഒരു വഴിയും കാണുന്നില്ലെന്നാണോ പറയുന്നത്? ആര് പറഞ്ഞാലും കേൾക്കില്ല ടീച്ചറെ, എന്റെ വിധിയാ. എന്നാലും ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? ഇതൊന്നും അല്ല ടീച്ചറെ, ഇതിനപ്പുറം പല വീടുകളിലും നടക്കുന്നുണ്ട്. നമ്മളറിയുന്നില്ല എന്ന് മാത്രം. ഇതിപ്പോ ആതിര തലകറങ്ങി വീണതുകൊണ്ട് നമ്മൾ അറിഞ്ഞു, അത്ര തന്നെ. നമുക്കിതിനൊരു പ്രതിവിധി കാണണം. വന്ന് വിദ്യാലയങ്ങളിൽ വരെ മദ്യവും മയക്കുമരുന്നും എത്തിക്കഴിഞ്ഞു. വേണം ടീച്ചർ, നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നമുക്ക് പരീക്ഷ കഴിഞ്ഞ് അവധിക്കാലത്ത് ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തണം. എല്ലാ രക്ഷിതാക്കളെയും പങ്കെടുപ്പിക്കണം. കുമാരൻ വിളിച്ചാ വരില്ലേ? അദ്ദേഹം വരുമെന്ന് തോന്നുന്നില്ല ടീച്ചറെ. എങ്ങനെയെങ്കിലും നമുക്ക് വരുത്താൻ ശ്രമിക്കാം. ഇപ്പൊ നിങ്ങൾ പോയിക്കോളൂ. പിന്നെ വീട്ടിൽ പോയി നല്ലോണം ഭക്ഷണം കഴിക്കണോട്ടോ ആതിരെ. വിഷമിക്കാനൊന്നുമില്ല, ഒക്കെ ശരിയാവും. പോയിട്ട് വരും. പോയിട്ട് വരാം ടീച്ചർ. ശരി ടീച്ചർ. പാവങ്ങളാ. മുത്തച്ഛന്റെ പൊന്നു മക്കള് വന്നു. എത്ര നാളായി കണ്ടിട്ട്. അച്ഛനും അമ്മയൊന്നും വന്നില്ലേ? വരട്ടെ. എന്താ ഇത്? പത്രം വായിച്ച് ഉറങ്ങിപ്പോയോ? ഫോൺ അടിക്കണത് കേട്ടില്ലേ? ആ ഫോണൊന്ന് എടുത്തൂടെ ഭാനുമതിയെ? ഞാൻ എന്റെ കൊച്ചുമക്കളെ സ്വപ്നം കണ്ടതാ. എപ്പോഴും അതന്നെയല്ലേ വിചാരം, പിന്നെ എങ്ങനെ കാണാതിരിക്കുക? ഹലോ, എന്താ മോനെ? സപ്തതിക്ക് വരാൻ പറ്റില്ലെന്നോ? ഇനി അച്ഛനോട് എന്താ പറയാ? ഞങ്ങൾ എല്ലാവരെയും പ്രതീക്ഷിച്ചിരിക്കുക. അച്ഛനത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമാവില്ലേ? ഇനിയിപ്പോൾ എന്താ ചെയ്യാ? കുട്ടികൾക്കും വരാൻ പറ്റില്ലേ? അതെ. വേണ്ട, ഒന്നും പറയണ്ട. ലീവില്ല, വരാൻ കഴിയില്ല, പതിവ് പല്ലവിയില്ലേ? സപ്തതി മണ്ണാങ്കട്ടി ഒന്നും വേണ്ട. താൻ ആ ഫോണെടുത്ത് ബന്ധുക്കളോട് വരണ്ടാന്ന് ഇങ്ങോട്ട് പറഞ്ഞോളൂ. അതിനെന്നോട് ദേഷ്യപ്പെട്ട് എന്താ കാര്യം? മോന്റെ സാഹചര്യം അറിയാലോ. ഭാനുമതിക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ എത്ര ദൂരെയാച്ചാലും എത്ര തിരക്കുണ്ടായാലും ഉത്സവങ്ങൾക്കും പിറന്നാളുകൾക്കും ഇവിടെ പറന്നെത്തുമായിരുന്നു. ഇതൊരു മകനുള്ളത് നേരാൻ വണ്ണം ഒന്ന് കാണാൻ പോലും പറ്റണില്ല. രണ്ടനാഥ പ്രേതങ്ങള് മുഖത്തോട് മുഖം നോക്കി എത്ര കാലച്ചിട്ട് അങ്ങനെ ഇരിക്കുക. ആ ജോലി വേണ്ടാന്ന് വെച്ചൂടെ അയാൾക്ക്? ഇവിടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഒരു 5 തലമുറയ്ക്കുള്ളത്. അതിനുള്ള പ്രായമായോ നമ്മുടെ കുട്ടിക്ക്? അവനും ആഗ്രഹം ഉണ്ടാവില്ലേ പഠിപ്പിനൊത്ത ജോലി ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്ന്? നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി അവരുടെ സ്വപ്നങ്ങളെ തല്ലിക്കെടുത്തണോ? താൻ എപ്പോഴും മകന്റെ പക്ഷം തന്നെ നിൽക്കൂ. ഞാൻ പക്ഷം പിടിക്കുകയല്ല. നമുക്ക് ഒരു മകനല്ലേ ഉള്ളൂ. അവനെ ശപിക്കുകയും വഴക്ക് പറയൊന്നും ചെയ്യരുത്, അത്രേ ഉള്ളൂ. ശപിക്കൊന്നും അല്ലടോ, മനസ്സിന്റെ ആദ്യം കൊണ്ട് പറയണതാ. തനിക്കില്ലേ മക്കളെ കാണാൻ മോഹം? പറഞ്ഞിട്ട് എന്താ കാര്യം?
എന്താ ചന്ദ്രി, നേരെ ഉച്ചയായില്ലേ? വലിയ വീട്ടിൽ ആളില്ലാന്ന് വെച്ചിട്ട് അടിക്കുകയും തുടക്കുകയൊക്കെ വേണ്ടേ? ഇന്നെ കൊണ്ട് കൂട്ടിയാ കൂടില്ലാന്ന് അറിയില്ലേ? അറിയാം തമ്പുരാട്ടി, എന്റെ സ്ഥിതി ഇങ്ങനെ ആയിപ്പോയില്ലേ. എന്താ വല്ലാണ്ടിരിക്കണേ? എന്റെ കെട്ടിയവനുണ്ടല്ലോ, അയാളെ കൊണ്ട് ഞാൻ പൊറുതി മുട്ടി. ഇന്നലെ കിടത്തി ഉറക്കിയിട്ടില്ല. എന്റെ കുട്ടി ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. സ്കൂളിൽ തലചുറ്റി വീണ് ഞാൻ അവിടെ നിന്നും വരിക. കരയണ്ട ചന്ദ്രി, കുടിച്ച് അങ്ങനെയുണ്ട് ആളുകള്. ഇത് അതൊന്നുമല്ല ഭാനു, നല്ല അടി കിട്ടാത്ത എന്റെ കേടാ. അല്ലെങ്കിൽ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. എന്ത് ചെയ്യാനാ എന്റെ തമ്പുരാനെ, എന്റെ കുട്ടികളുടെ അച്ഛനായി പോയില്ലേ. ഇതാ നിങ്ങളുടെയൊക്കെ കുഴപ്പം. കയറും വിടില്ല, കാളയും വിടില്ല. ശരി ശരി, അകത്തേക്ക് ചെല്ലുക. എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ നോക്ക. ഭാനു, ചന്ദ്രയ്ക്ക് എന്താണെന്ന് വെച്ചാ കൊടുക്കുക. എന്താ ചെയ്യാ? ഇന്നലത്തെ സാധനം സൂപ്പർ അല്ലടാ പഴനി. വേണ്ട സാധനം തന്നെ ഇന്നലെ കഴിച്ചതൊക്കെ. കുമാരേട്ടൻ്റെ വീട്ടിൽ വഴക്കും ഉണ്ടായില്ല. ഇതാ വരുമ്പല്ലോ ആരായാലും പഴനി കാര്യം പറയണ്ട. എന്താ കുമാരേട്ടാ? രണ്ടുപേരും ഉണ്ടല്ലോ. സുധാര എവിടെ പോയി കിടക്കായിരുന്നു രാത്രി നേരം? എന്റെ കത്തി കേട്ട് മടുക്കും. കുമാരേട്ട ഒരു സംഭവമാണ് കേട്ടാ. സുധാര അവനവന്റെ കെട്ടുകളും വരച്ച വരില്ല നിർത്തണത്. അതിന് കുമാരേട്ടൻ ആരാ മോൻ? പുലിയല്ലേ പുലി. സുധാര, ഈ ഭാര്യ എന്ന് പറയണത് ആരാ? ഇവിടെ നോക്ക, നമ്മള് താലി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ്. അപ്പൊ പിന്നെ നമ്മള് വരച്ച വരയിൽ അവള് നിന്നില്ലെങ്കിലേ ചവിട്ടി കൂടണം. നമ്മളൊക്കെ ആണുങ്ങളല്ലേടാ, ആണുങ്ങൾ. 2 ദിവസം മുമ്പ് കുമാരേട്ടൻ വീട്ടിൽ വഴക്കിട്ട കാര്യം നാട്ടിലൊക്കെ പാട്ടാ. സ്കൂളിലൊക്കെ അറിഞ്ഞിരിക്കണേ. കുമാരന്റെ തനി കോണം ഇന്ന് അവൾ അറിയും. ഇന്ന് ഞാൻ ആരാണെന്ന് അവൾക്ക് കാണിച്ചു കൊടുക്കും. കുമാരൻ ഒരു കാര്യം പറഞ്ഞാലേ അത് പറഞ്ഞതാ. ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കണ്ട അവളെ. കുമാരനോടാ കളി. ചന്ദ്രയും കുട്ടികളാണല്ലോ. എന്താണാവോ? ആ കാലമാടൻ എന്നെ എന്റെ കുട്ടികളെയും കൊല്ലും. എന്താണ്ടായ ചന്ദ്രി? കുടിച്ചു വന്ന് വീട്ടില് വഴക്കുണ്ടാക്കണ കാര്യം സ്കൂളിൽ പറഞ്ഞതിന്റെ പേരില് എന്നെ എന്റെ മക്കളെയും ഇരുത്തി പൊറപ്പിക്കില്ല. എടി ചന്ദ്രിക, ഇറങ്ങി വരാൻ. ഈ കുമാരനെ നിനക്ക് ശരിക്കും അറിയില്ല. ബടവാടി, നിങ്ങളെല്ലാരും അകത്തേക്ക് പോവാ. എടി ഇങ്ങോട്ട് വരാനാ പറഞ്ഞ. അതിന്റെ ഉള്ളിൽ പോയാൽ രക്ഷപ്പെട്ടതൊന്നും വിചാരിക്കണ്ട. കുമാര, ഈ പടി കിടന്ന എന്റെ വിധം മാറും. നിന്റെ വിളച്ചിലൊന്നും ഇവിടെ വേണ്ട. മര്യാദക്ക് പോവാൻ നോക്ക. വെറുതെ വലിയ വർത്തനൊന്നും പറയാതെ എന്റെ കെട്ടിയോളും കുട്ടിയോളും കൂടി ഇറക്കി വിട് തമ്പ്രാനെ. എന്തിനാ? തല്ലി കൊല്ലാനാണോ? അവളെന്റെ കെട്ടിയോളാ. ഞാൻ ചിലപ്പോ തല്ലും കൊല്ലും. നിങ്ങളാരാ ചോദിക്കാൻ? അതൊക്കെ നിന്റെ വീട്ടില്. ഇത് എന്റെ വീടാ. ഇവിടെ അഭയം തേടി വരണവരെ രക്ഷിക്കേണ്ട ചുമതല എനിക്കാ. കുമാരൻ പോ. ഒരു രക്ഷകൻ വന്നിരിക്കണം. മര്യാദക്ക് അവരെ ഇറക്കി വിടാൻ നോക്ക് തമ്പ്രാനെ, അല്ലെങ്കിൽ ഞാൻ പോലീസ് പറയും. അതാ അപ്പൊ നന്നായത്. എനിക്ക് പണി എളുപ്പമായി. കുമാരൻ തന്നെ പോലീസിനെ വിളിക്കൂ. എന്താണ്ടാവും എന്ന് കാണാലോ. പേടിപ്പിക്കാതെ തമ്പ്രാനെ. ഒരു തിരി കുടിച്ചു എന്ന് വെച്ചിട്ടേ പോലീസുകാർ തൂക്കി കൊല്ലൊന്നുമില്ല. കുമാരനെ ഇപ്പൊ പോവാ. പക്ഷേ കുമാരൻ ഇടഞ്ഞ മഹാചേറ്റ കേട്ടാ. അതിപ്പോ പറഞ്ഞു കാണിക്കണ്ട കുമാര. അല്ലാണ്ട് എന്നെ നാട്ടുകാർക്കൊക്കെ അറിയാം. എടേ ചന്ദ്രേ, നിന്നെ എന്റെ കൈ കിട്ടുവാടേ. പോട്ടെ തമ്പ്രാനെ. തമ്പുരാന് ഞങ്ങള് കാരണം ഒരുപാട് ബുദ്ധിമുട്ടായില്ലേ?
ഇന്ന് രാത്രി ഒന്നിവിടെ കഴിച്ചു കൂട്ടിയിട്ട് നാളെ എങ്ങടെങ്കിലും പോയിക്കോളാം. ഈ പറക്കമുറ്റാത്ത കുട്ടികളെയും കൊണ്ട് നീ എവിടേക്കാ പോണത്? എല്ലാം ശരിയാവണ വരെ ഇവിടെ എവിടെയെങ്കിലും കൂടിക്കോളൂ. ഞങ്ങള് 2 ആളല്ലേ ഉള്ളൂ. ഇവിടെ ഞങ്ങൾക്കൊരു കൂട്ടുമായി. അത്രേ കരുതിയിട്ടുള്ളൂ. ചന്ദ്രിക അകത്ത് നിന്ന് കുട്ടികൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കൂ. പാവങ്ങൾക്ക് വിശക്കണുണ്ടാവില്ലേ? ഭാനു ചെല്ല, എന്താ കൊടുക്കൂ കുട്ടികൾക്ക്. തമ്പ്രാൻ ഞങ്ങൾക്ക് ദൈവത്തെ പോലെ. ഞങ്ങൾ ഈ കടമ എങ്ങനെ വീട്ടു? കരയണ്ട ചന്ദ്രികെ, ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാ. കണ്ടില്ലേ, എല്ലാം ഉണ്ടായിട്ട് എന്താ കാര്യം? സ്നേഹിക്കാൻ കുട്ടികളുണ്ടോ? നിങ്ങളുടെ കാര്യം അതുപോലെ തന്നെ. എല്ലാരും അടുത്തുണ്ടായിട്ടും ഒരു കാര്യമില്ല. ഒക്കെ ശരിയാവും ചന്ദ്രികെ. ചെന്ന് കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കുക, അവരെ സമാധാനിപ്പിക്കുക. അമ്മേ, അച്ഛൻ നമ്മളെ കൊല്ലോ? നമുക്ക് രാഗം തേടി അലയും കാറ്റ്, കണ്ണീർ കണികകൾ കൂട്ട്, കണ്ണീർ കണികകൾ കൂട്ട്. ആരോ പാടും നോവിൻ പാട്ട്, രാഗം തേടി അലയും കാറ്റ്. രാഗം തേടി അലയും കാറ്റ്. വർണ്ണ കനവുകൾ നീതതില്ല, സ്വർണ്ണ
100, 200. ബാക്കി എവിടെ? പൈസ തികയില്ല എന്ന് പറഞ്ഞു. തികയില്ല എന്ന് പറഞ്ഞ എങ്ങനെയാണ്? ഷെയറിങ്ങിലെ സാധനം വാങ്ങാൻ തികയില്ല കേട്ടാ. പൈസയൊന്നും ഇല്ല. ഉള്ളതെടുക്ക എങ്ങടെ? ഇതന്നെ ഉള്ളൂ. ഇല്ല. സുധാര, ഇതടുത്ത ആള്. സുധാര, എനിക്കിവിടെ തുള്ളി തരണം കേട്ടാ. കയ്യിലാണ് ഇതിന്റെ പൈസയും ഇല്ല. അയ്യോ കുമാരേട്ടാ, ഞങ്ങളെ പറ്റും പിടിയാ. പോയി പൈസ എടുത്തു വരാൻ നോക്കും. എടാ, അതിന് വീട്ടിൽ നയാ പൈസ വേണ്ടേ? ഉള്ളതൊക്കെ അവള് പെറുക്കി കൂട്ടി കൊണ്ടുപോയി. ഇനി 2 അടിച്ച് അവളെ തല്ലിയിറക്കി കൊണ്ടുവന്നിട്ട് വേണം പൈസ ഉണ്ടാക്കാൻ. തല്ലിയിറക്കി കൊണ്ടുവരാൻ പോണം. വല്ല ആവശ്യമുണ്ടാ? കൊടുവള്ളെടുത്ത് മുടുക്കുമ്പോ ഓർക്കണമായിരുന്നു. അവള് വന്നിട്ട് വേണം ഒരു തുള്ളി വെള്ളം കിട്ടാൻ. പോയി വിളിച്ചോണ്ട് വരാൻ നോക്കാം. അപ്പൊ നീയും എന്നെ കുറ്റപ്പെടുത്തുകയാണോ? കുറ്റപ്പെടുത്തുന്നല്ല കുമാരേട്ടാ. പോയി പണം കൊടുത്തിട്ട് പോവാ. ഞങ്ങള് പോണു. അല്ലെങ്കിൽ പോകുക. വെറുതെ ഇരിക്കും. പണം ഉണ്ടെങ്കിൽ ഷെയർ ഉള്ളൂ. വെറുതെ ഇരിക്കും കേട്ടാ. പണവും ഇല്ലാണ്ട് വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ മതി. മക്കളെ വാ, അച്ഛൻ്റെ അടുത്തേക്ക് വാ, നമുക്ക് വീട്ടിൽ പോവാം. വേണ്ട, ഞങ്ങൾ വരില്ല. അച്ഛൻ ഞങ്ങൾ കൊല്ലും. മക്കളെ, അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അന്നത്തെ ദേഷ്യത്തിന് അറിയാതെ ചെയ്തു. വേണ്ട, ഞങ്ങൾ വരില്ല. വേണ്ട, ഒന്നും പറയണ്ട. വാടാ. അനു, മക്കളെ നിക്ക്. അച്ഛൻ പറയണൊന്ന് കേക്ക്. ചായ. തമ്പ്രാനെ, തമ്പ്രാനെ. ആരാ അത്? ഞാനാ, കുമാരൻ. എന്താ കുമാരാ, ഗേറ്റ് തുറന്നകത്തേക്ക് വരുവോ? വേണ്ട, ഞാനിവിടെ നിന്നോളാം. വരാനല്ലേ പറഞ്ഞത്? ഇങ്ങോട്ട് വരിക. അതെ, അയാളുടെ സ്വഭാവം ശരിയല്ലാന്നറിയില്ലേ? അയാളുടെ അധികം വർത്തമാനത്തിനൊന്നും പോണ്ട. വീട് തേടി വന്നതല്ലേ, എന്താ കാര്യം നോക്ക. കുമാരൻ ഇവിടെ ഇരിക്കുക. വേണ്ട തമ്പ്രാനെ, ഞാനിവിടെ നിന്നോളാം. താൻ ഇവിടെ ഇരിക്കടോ. എന്നിട്ട് വന്ന കാര്യം എന്താച്ചാ പറയാ. ഭാനു, കുമാരനും കൂടെ ഒരു ഗ്ലാസ് ചായ എടുത്തോളൂ. വേണ്ട തമ്പ്രാനെ, ഞാൻ വരണ വഴിക്ക് ചാക്കടയിൽ നിന്ന് കുടിച്ചതാ. എന്നാ ഭാനു വേണ്ട, ഇനി കാര്യം പറയാ.
തമ്പ്രാൻ എന്നോട് പൊറുക്കണം. അന്ന് കള്ളു കുടിച്ച് ബോധമില്ലാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. താൻ എന്നോട് പറഞ്ഞൊന്നും ഞാൻ കാര്യാക്കിയിട്ടില്ല. പക്ഷേ തൻ്റെ ഭാര്യയും മക്കളെയൊക്കെ താൻ എന്താ ചെയ്തേ? മദ്യലഹരിയില് എന്തേലും പറ്റിയെന്ന് വെച്ചാലോ? മാപ്പാക്കണം തമ്പ്രാനെ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കുമാര, വീട്ടിലെ നാഥൻ എന്ന് പറയണത് കുട്ടികളുടെ അച്ഛനാ. അയാൾക്ക് വഴിതെറ്റിയ പിന്നെ ആ കുടുംബത്തെ ആരാ നോക്കുക? താൻ നന്നായി നടന്ന തനിക്ക് നന്ന്, ഇല്ലെങ്കിൽ അവറ്റകള് വല്ല കടുങ്കയും ചെയ്യും. എപ്പോഴും ഞങ്ങളുണ്ടായിന്ന് വരില്ലല്ലോ. ശവത്തെ കുത്തരുത് തമ്പ്രാനെ, എനിക്കെല്ലാം മനസ്സിലായി. തനിക്കറിയോ ഞങ്ങൾ അനുഭവിക്കുന്ന വേദന? ഇത്രയും വലിയ വീടും സ്വത്തും എല്ലാം ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് വയസ്സുകാലത്ത് ആരും തുണയില്ല. ഒരു മകനുള്ളത് കുടുംബസമേതം ദൂരെയാ. 1-2 വർഷം കൂടുമ്പോ ഒന്ന് വന്നാലായി. കുമാര, തനിക്കിന്ന് എല്ലാരും ഉണ്ട്. സ്നേഹത്തിന്റെ വില എന്താണെന്ന് കുമാരന് ഇനി മനസ്സിലായിട്ടില്ലേ? കണ്ണുണ്ടാവുമ്പോ കാഴ്ച അറിയില്ല കുമാര. അത് നഷ്ടപ്പെടുമ്പോഴേ അതിന്റെ വില അറിയൂ. ഈ കുഴപ്പത്തിനെല്ലാം കാരണം കുമാരന്റെ കള്ളുകൂടിയാ. അതങ്ങോട്ട് നിർത്തുക. ഞാൻ പറയണത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി തമ്പ്രാനെ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. തമ്പ്രാൻ ഒന്നവരെ വിളിക്ക, ചന്ദ്രൻ കുട്ടിയോടെ. എനിക്ക് മാപ്പ് പറഞ്ഞിട്ട് അവരെ കൂട്ടിക്കൊണ്ട് പോകണം. അവരിവിടെ ഇല്ലല്ലോ കുമാര. സ്കൂളിൽ എന്തോ പരിപാടി ഉണ്ട് എന്നും പറഞ്ഞിട്ട് എല്ലാരും കൂടെ അങ്ങോട്ട് പോയിരിക്ക. താൻ അവിടെ ചെന്നിട്ട് അവരെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരിക. ശരി തമ്പ്രാൻ. ആ കേട്ടോ ഭാനുവോ, കുമാരന്റെ സ്വഭാവത്തില് നല്ല മാറ്റം വന്നിരിക്കണു. നന്നാവുന്നാ തോന്നണത്. എല്ലാം ശരിയാവുന്നേ. മോന്റെ ഫോൺ ഉണ്ടായിരുന്നു, ഇപ്പൊ വിളിച്ചു വെച്ചതേ ഉള്ളൂ. ഓ, എന്താണാവോ വിശേഷം? അവന്റെ ലീവ് സാങ്ഷൻ ആയിട്ടുണ്ട്. ഉടനെ എത്തുന്നാ പറഞ്ഞത്. സപ്തതിക്കുള്ളതെല്ലാം ഒരുക്കി വെച്ചോളാൻ പറഞ്ഞു. ശുഭലക്ഷണാണല്ലോ ഈ കേക്കണതൊക്കെ. എല്ലാരെയും താൻ തന്നെ വിളിച്ചോളാ. സപ്തതി നമുക്ക് ഗംഭീരാക്കണം. പിന്നെ ആ കുമാരനെയും ആ ചന്ദ്രികയും ആ കുട്ടിയോളെയും ഒക്കെ താൻ പ്രത്യേകം വിളിച്ചോളുക. പരിപാടി കഴിയോളം അവരും ഇവിടെ തന്നെ ഉണ്ടായിക്കോട്ടെ. അത് പിന്നെ പറയാനുണ്ടോ? എന്താ ഈ മുഖത്തൊരു സന്തോഷം? അത് പിന്നെ എന്റെ ഒരേ ഒരു മോനും കൊച്ചുമക്കളും മരുമോളും ഒക്കെ വരില്ലേ. എനിക്കെന്താ സന്തോഷിച്ചൂടെ? പ്രിയ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, ഇങ്ങനെ ഒരു ക്ലാസ് സംഘടിപ്പിച്ചതിൻ്റെ ഗൗരവം ഇതിനോടകം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. മദ്യവും മയക്കുമരുന്നും ക്യാൻസർ പോലെ പകരുന്ന ഒരു രോഗമായി സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് കൂടി വ്യാപിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സമൂഹം ഒന്നടങ്കം അണിനിരന്ന് ഇതിനെതിരെ പ്രതികരിക്കേണ്ടതാണ്. അതിന് ഒരു തുടക്കമാവട്ടെ നമ്മുടെ ഈ സെമിനാർ. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുക്കുവാൻ മദ്യനിരോധന സമിതിയുടെ പ്രസിഡന്റ് പ്രൊഫസർ ബാലു തൈക്കാട്ടുശ്ശേരി അവർകൾ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, അധ്യാപക സുഹൃത്തുക്കളെ, നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ദൂഷ്യവശങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാനാണ്. മദ്യം, മയക്കുമരുന്ന് ഇവ രണ്ടും ഇന്ന് സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. മദ്യം മനുഷ്യൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു.
മദ്യപാനിയുടെ തലച്ചോറ്, കണ്ണ്, വൃക്ക, കരൾ തുടങ്ങിയ അവയവങ്ങളെയെല്ലാം മദ്യവും മയക്കുമരുന്നും ബാധിക്കുന്നതായി നമുക്ക് കാണാം. സമൂഹം മദ്യപാനിയെ എപ്പോഴും ഒരു അവഗണനയോടെയാണ് കാണാറുള്ളത്. മദ്യപാനി കുടുംബത്തിനും സമൂഹത്തിനും ഒരു സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതായി നമുക്ക് കാണാം. ഭാര്യയുടെ കെട്ടുതാലി പണയം വെച്ചിട്ടും മദ്യപാനി കുടിക്കുന്നത് കാണാം. മക്കൾ പട്ടിണി കടന്നാലും വിരോധമില്ല, തൻ്റെ കുടി നിർത്താൻ പറ്റില്ല എന്നാണ് പല മദ്യപാനികളുടെയും പക്ഷം. മദ്യപാനിയുടെ കുടുംബത്തെ നമ്മൾ കാണുകയാണെങ്കിൽ അവിടെ കാണുന്നത് നിത്യവും ലഹളയായിരിക്കും. ഇത് അവരുടെ കുട്ടികളുടെ പഠനത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട്. കൂടാതെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തെയും ഇത് ബാധിക്കുന്നതായി നമുക്ക് കാണാം. അതുകൊണ്ട് ഈ വിപത്തിൽ നിന്നും മോചനം നേടണമെങ്കിൽ മദ്യപാനി സ്വയം വിചാരിക്കുക മാത്രമേ പരിഹാരമുള്ളൂ. ഇനി പല കുടുംബങ്ങളിലും കുടുംബനാഥന്മാരുടെ മദ്യപാനം കൊണ്ട് പൊറുതിമുട്ടുന്ന ഭാര്യമാരെയും കുട്ടികളെയും നമുക്ക് കാണാൻ സാധിക്കും. ഞാനൊരു നീണ്ട പ്രസംഗം നടത്താൻ ഇപ്പോൾ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ചർച്ചയാണ് ആവശ്യം. മദ്യപാനികളായ അച്ഛന്മാർ കേൾക്കണം. തങ്ങളുടെ കുടുംബത്തിന് വരുത്തി വയ്ക്കുന്ന ദുരന്തങ്ങൾ എന്തൊക്കെയാണെന്ന് അവർ മനസ്സിലാക്കണം. ആ ചർച്ച ചെയ്യുന്നതിനായി ഇതുപോലെ ഏതെങ്കിലും ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഭാര്യമാരോ അതിന് ദൃക്സാക്ഷികളായുള്ള കുട്ടികളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിച്ചുകൊള്ളുന്നു. എന്താ ആരുമില്ലേ? ആരെങ്കിലും വരൂ. 7 ബിയിലെ ആതിര എണീറ്റ് വരൂ. വരൂ വരൂ കുട്ടി. മോളെ ഇങ്ങോട്ട് നിന്നോളൂ. പ്രിയപ്പെട്ട അധ്യാപകരെ, രക്ഷിതാക്കളെ, കൂട്ടുകാരെ, എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. എൻ്റെ അച്ഛനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നതിൽ എനിക്ക് വല്ലാത്ത വേദനയുണ്ട്. എന്നാൽ പറയാതിരിക്കാനും കഴിയില്ല. എൻ്റെ അച്ഛൻ ഇന്നൊരു മുഴുക്കുടിയനാണ്. അതുകാരണം ഞങ്ങൾക്ക് നേരാവണ്ണം ഊണോ ഉറക്കമോ ഇല്ല. പഠിക്കാൻ കഴിയില്ല. വീട്ടിലെന്നും വഴക്കാണ്. എൻ്റെ അമ്മയ്ക്ക് എപ്പോഴും പണിയെടുക്കാനും കരയാനും മാത്രമേ നേരമുള്ളൂ. പിന്നെ എൻ്റെ അച്ഛൻ ആദ്യമൊന്നും മദ്യപിക്കില്ലായിരുന്നു. ജോലി കഴിഞ്ഞാൽ ഉടനെ വീട്ടിലെത്തും. ഞങ്ങളോട് കളിതമാശകൾ പറയും. കൂടാതെ അമ്മയെ വീട്ടുജോലികളിൽ സഹായിക്കും. ഞങ്ങളെ സ്കൂളിൽ കൊണ്ടുവിടാനും ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിത്തരാനും ഒഴിവു ദിവസങ്ങളിൽ സിനിമയ്ക്കും പാർക്കിലും ഒക്കെ കൊണ്ടുപോവാനും അച്ഛന് വലിയ ഉത്സാഹമായിരുന്നു. അത്രയും സ്നേഹമുള്ള എൻ്റെ അച്ഛൻ എങ്ങനെ ഇങ്ങനെ മാറിയെന്ന് എനിക്കറിയില്ല. കള്ളുകുടിയും ചീത്ത കൂട്ടുകെട്ടുകളും ചീട്ടുകളിയും ഒക്കെ ഉണ്ട്. ഇപ്പോൾ അച്ഛൻ ജോലിക്കേ പോവാറില്ല. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ദേഷ്യപ്പെടുക, ഞങ്ങളെയും അമ്മയെയും തല്ലുക, വേണ്ടി വന്നാൽ കൊല്ലാൻ പോലും മടിയില്ലാത്ത ദുഷ്ടനായ ഒരു അച്ഛനായി മാറിയിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, അച്ഛനെ പേടിച്ച് ഞങ്ങളിപ്പോൾ അടുത്തുള്ളൊരു മുത്തശ്ശൻ്റെ വീട്ടിലാ താമസം. ഞങ്ങൾ മക്കളില്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്ത് ചത്തേനെ എന്ന് എൻ്റെ അമ്മ കരഞ്ഞു പറയുമ്പോൾ ആർക്കാണ് സഹിക്കാൻ പറ്റുക? എന്തിനാ ഇങ്ങനെ ഒരു അച്ഛൻ എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്നാലും എൻ്റെ അച്ഛൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. കള്ളു കുടിക്കാതിരുന്നാൽ എൻ്റെ അച്ഛനൊരു പാവമാണെന്ന് എനിക്കറിയാം. എൻ്റെ സാറേ, എങ്ങനെയെങ്കിലും കള്ളുകുടിയിൽ നിന്നും ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും എൻ്റെ അച്ഛനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റുമോ? മദ്യപിക്കാതെ ഞങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ആ പഴയ അച്ഛനെ ഞങ്ങൾക്ക് വേണം. എൻ്റെ അച്ഛനെ എനിക്ക് വേണം.
ആതിരെ അച്ഛാ അച്ഛനോട് പൊറുക്കും ചേട്ടന്മാരെ ചേച്ചിമാരെ നിങ്ങളെല്ലാരും കേൾക്കണം. എന്റെ മോൾ എന്റെ കണ്ണ് തുറപ്പിച്ചു. എന്റെ മക്കളാണ് ഞാനിനി കുടിക്കില്ല. നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളിൽ ആരെങ്കിലുമോ കുടിക്കുന്നവരുണ്ടെങ്കിൽ ദയവായി എനിക്ക് വേണ്ടി അത് നിർത്തണം. ഇതെന്റെ അപേക്ഷയാണ്, എന്റെ കുടുംബത്തിന്റെ അപേക്ഷയാണ്. ഇതാണ് നല്ല തുടക്കം. ഇങ്ങനെ നമ്മൾ ഓരോ കുടുംബവും വിചാരിച്ചാൽ നമ്മുടെ സമൂഹം എന്നേ നന്നാകുമായിരുന്നു. സ്നേഹത്തെക്കാൾ വലിയ ഒരു ലഹരിയുമില്ലെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? അതെ, ഞാൻ ഈ കുടുംബത്തെ നമ്മുടെ വിദ്യാലയത്തിന്റെ മാതൃകാ കുടുംബമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രിയരെ, മാതാപിതാക്കളാണ് കുട്ടികൾ വായിക്കുന്ന ആദ്യത്തെ പാഠപുസ്തകം. അവരെ വായിച്ച് വഴിതെറ്റിയാൽ പിന്നീട് നേർവഴിക്ക് നയിക്കുവാൻ മറ്റാരെ കൊണ്ടുമാവില്ല. കുമാരൻ്റെ ഈ ചെറിയ വീടും ജീവിതവും നമുക്ക് ഓരോരുത്തർക്കും ഒരു വലിയ പാഠപുസ്തകമായി മാറട്ടെ. മുറ്റത്തെ മാങ്കൊമ്പിൽ മാനത്തെ പൂങ്കാവിൽ, മുറ്റത്തെ മാങ്കൊമ്പിൽ ഊഞ്ഞാലാടേണ്ടേ, മാനത്തെ പൂങ്കാവിൽ പൂരം കാണേണ്ടേ. തേനുണ്ട് തിനയുണ്ട് കിളിപ്പെണ്ണേ നീയും വാ, തേനുണ്ട് തിനയുണ്ട് കിളിപ്പെണ്ണേ നീയും വാ. ഓ തനതന്നാനേ തനനനനാനേ, തനതന്നന്നാനേ തനനനനാനേ. പൂനുള്ളി പൂനുള്ളി പൂപ്പടകൂട്ടാൻ വാ, പൂങ്കാറ്റെ പുഴയോരത്ത് ചൂളമടിക്കാൻ വാ. ഓ പൊന്നെല്ലിൻ പൊൻപാടത്ത് തുമ്പി പിടിക്കാൻ വാ, ഈ മലയാളക്കരയാകി ചിന്തുകൾ പാടാൻ വാ. ഓ